പ്രൈസ് ഗാഡ്. ദൈവത്തിന് മഹത്വം. എല്ലാ പ്രാവശ്യവും വചനം പങ്കുവെക്കുമ്പം വചനം പഠിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് സന്തോഷം വരുന്ന ഏറ്റവും വലിയ കാര്യമാണ് ദൈവവചനം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പലരും ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് റിക്കൺസിലിയേഷൻ്റെ മെസ്സേജ് വരുന്നത്. ഇതാണ് ആ സമയം. പ്രൈസ് ഗാഡ്. പാപത്തിൻ്റെ ക്ഷമയെക്കുറിച്ച്, ക്ഷമിക്കുന്നതിനെക്കുറിച്ച് ഉള്ള സന്ദേശം പലർക്കും ഒരു അനുഗ്രഹമായി എന്ന് അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷം. ദൈവത്തിന് മഹത്വം. പലരും റെസ്പോണ്ട് ചെയ്തു സെയിങ് ദാറ്റ് ക്ഷമ എന്താണ്, ക്ഷമ എന്തല്ല, അല്ലെങ്കിൽ ക്ഷമിക്കുന്നത് എന്താണ് അല്ല എന്നുള്ളതിൻ്റെ ആ ക്ലാരിറ്റി അവരെ ഒത്തിരി സഹായിച്ചു എന്ന് പറയുകയുണ്ടായി. സോ ഞാൻ പെട്ടെന്നൊരു റീക്യാപ്പ് പറഞ്ഞിട്ട് ഐ വോണ്ട് ടു കണ്ടിന്യൂ. വീണ്ടും ക്ഷമയിൽ നിന്ന് റിക്കൺസിലേഷനിലേക്ക് ഒന്ന് കയറാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബട്ട് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, എന്തായാലും ഇതിനകത്ത് പഠിപ്പിക്കാനും പറയാനും പങ്കുവെക്കാനും ഉള്ളത് തീരുന്നത് വരെ ഇത് തന്നെ പങ്കുവെക്കാൻ തീരുമാനിച്ചു. കാരണം ദിസ് ഇസ് സംതിങ് ഫണ്ടമെൻ്റൽ. ഇത് അനുദിനം മനുഷ്യന് സഹായം വേണ്ട ഒരു കാര്യമാണെന്നും ഇത് പല ജയാളികളെയും തടുത്തു നിർത്തുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് പഠിക്കാമെന്ന് തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഈ സമയം ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവ് ഈ സമയം ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ സമയം ഏറ്റെടുക്കണമേ. കർത്താവെ, ഞങ്ങൾ ക്ഷമിക്കേണ്ട, നിരപ്പാകേണ്ട വ്യക്തികളുണ്ടെങ്കിൽ കർത്താവ് അവരുടെ പേരുകൾ, കർത്താവ് അവരുടെ സമയം, അവരുടെ ചിന്ത, അവരുടെ മുഖങ്ങളെല്ലാം കർത്താവ് ഈ സമയം ഞങ്ങളുടെ മുൻപാകെ, ഞങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ബിക്കോസ് വി ആർ ഹിയർ ഫോർ എ പർപ്പസ്. ഞങ്ങളൊരു വ്യക്തമായിട്ടുള്ള ഉദ്ദേശത്തോടുകൂടെ അങ്ങ് ഞങ്ങളെ ഈ സമയത്തെ കൊണ്ടുവന്നിരിക്കുന്നല്ലോ. പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഓരോ ഹൃദയങ്ങളെയും പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കണം, ബലപ്പെടുത്തണം, വഴി നടത്തണം. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്യുക. നന്ദി. കർത്താവ് ഓൺലൈനായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തിയും തേജസ്സും അവരോടൊപ്പം അവരെവിടെ ആയിരിക്കുന്നോ അവിടെ ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഞാനിന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കർത്താവ് ക്ഷമയെക്കുറിച്ചും നിരപ്പാകേണ്ടതിനെക്കുറിച്ചും ഒക്കെ പലരും എനിക്ക് വ്യക്തിപരമായിട്ട് ടെക്സ്റ്റ് ചെയ്തു, ഞാൻ ഇന്ന ആളോട് ക്ഷമിച്ചിരിക്കുന്നു പാസ്റ്റർ, അതുകൊണ്ട് പാസ്റ്റർ ഫോണിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊരു പാസ്റ്ററിന് തന്നെ ഞങ്ങൾ അക്കൗണ്ടബിൾ ആകുക എന്നൊക്കെ പറഞ്ഞു പലരും ടെക്സ്റ്റ് ചെയ്തു. ടെക്സ്റ്റ് കിട്ടിയോണ്ടല്ല, പക്ഷെ നിങ്ങൾ ദൈവവചനത്തോട് പ്രതികരിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആ ക്ഷമയുടെ ആ യാത്രയിൽ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച, ഇന്ന് ഒരു പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്നവർക്കാണെങ്കിൽ ഞാൻ പെട്ടെന്നൊരു റീക്യാപ്പ് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് അങ്ങ് മുന്നോട്ട് പോവുകയാണ്. കാരണം പൂർണ്ണമായിട്ടും ആ മെസ്സേജ് എടുക്കാൻ സമയമില്ല. ജനുവരി 28 മെസ്സേജ് നിങ്ങളിത് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാട്ട് ഞാൻ അവിടെ നിന്ന് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. സോ നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ തവണ കണ്ടത്, എല്ലാവർക്കും ദൈവത്തിൻ്റെ ക്ഷമ ആവശ്യമാണ്. ദൈവത്തിൻ്റെ ക്ഷമ ആവശ്യമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ വഞ്ചിതരായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും ദൈവത്തിന് ക്ഷമ ആവശ്യമാകുന്നു. കാരണം നാം എല്ലാവരും ദൈവത്തിൻ്റെ തേജസ് നഷ്ടമാക്കി വീണ് കിടക്കുന്ന വ്യക്തികളായിരുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ക്ഷമ നമുക്ക് ആവശ്യമായിരുന്നു. ഏതൊരു മനുഷ്യനും ആവശ്യമായിരിക്കുന്ന ക്ഷമയ്ക്ക് ആവശ്യമുള്ള എല്ലാ കാര്യവും യേശുക്രിസ്തു ചെയ്തു കഴിഞ്ഞു. ഇനി ഒരു പുതിയ യാഗത്തിൻ്റെ ആവശ്യമില്ല എന്ന് എബ്രായ ലേഖനം പറയുകയാണ്. പക്ഷേ ആ ക്ഷമ ലഭിക്കുന്നത് ആ വ്യവസ്ഥകൾ മനസ്സിലാക്കി തന്നെ അതിനോട് ക്രമീകരിക്കുന്നവർക്ക് മാത്രമേ യേശുക്രിസ്തു ചെയ്ത ആ പ്രവൃത്തിയിലൂടെയുള്ള ക്ഷമ ലഭിക്കുകയുള്ളൂ. അത് നമ്മൾ കണ്ടു. മൂന്നാമതായിട്ട് നാം കണ്ടത്, എത്ര വലിയ പാപമാണെന്ന് ചിന്തിച്ചാലും ശരി, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശക്തിയോളം വരികയില്ല. ആമേൻ. അതുകൊണ്ട് ഇന്ന് എത്ര വലിയ പാപിയാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലും ശരി, യേശുവിൻ്റെ രക്തത്തിന് കഴുകിക്കളയാൻ കഴിയാത്ത പാപമല്ല നിങ്ങളുടെ പാപം. നാലാമതായിട്ട് നാം കണ്ടു ഡിവൈൻ ഫൊർഗിവ്നെസ്. ദൈവത്തിൽ നിന്നുള്ള എനിക്ക് ലഭിക്കുന്ന ക്ഷമ ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഏത് ഭാഷയിൽ നോക്കിയാലും അതിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെ തന്നെയാണ്.
അത് നമ്മൾ കണ്ടു. അതുകൊണ്ട് നാം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ചുവടെടുത്തേ മതിയാകൂ എന്നുള്ളത് നാം കണ്ടു. ഒഫൻസസ് ആർ ഇനെവിറ്റബിൾ. ഇടർച്ച ഉണ്ടാകുന്നത് ഉറപ്പായിട്ടും സംഭവിക്കും. അതുകൊണ്ട് ഇടർച്ച സംഭവിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഞെട്ടിയിട്ട് കാര്യമില്ല. ഞെട്ടിയാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ബൈബിൾ വായിച്ചിട്ടില്ലെന്നോ അല്ലെങ്കിൽ അത് വായിച്ചുകൊണ്ടേ ഇരുന്നില്ല. കാരണം അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്നൊരു ഞെട്ടൽ വന്നത്. കാരണം ഇടർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് നിശ്ചയമായും ഉണ്ടാകുമെന്ന് പറയുന്നെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഒരു പദ്ധതി വേണം, എങ്ങനെ അതിനെ ജയിക്കണം എന്നുള്ളത്. കാരണം ഇടർച്ച, ഒഫെൻസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വലിയ പാപം എന്നൊന്നുമല്ല. അതിൻ്റെ അർത്ഥം കെണിയെന്നാണ്. സോ ഈ കെണിയിൽ അകപ്പെടാതെ എങ്ങനെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഒരു ഇടറിപ്പോയി അല്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു വ്യക്തി ഭയങ്കര ഘോര പാപിയാണെന്ന് ഞാൻ പറയുന്നില്ല. അയാൾക്ക് സഹായം വേണം. ക്ഷമിക്കുകയില്ല എന്ന് പറയുന്നത് വലിയ നിഗളമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ കെണിയിൽ പെടാതെ എങ്ങനെ ജയിച്ചു മുന്നേറണം എന്നുള്ളത് നാം ചിന്തിച്ച് നാം അതിനെക്കുറിച്ച് പഠിച്ചേ മതിയാകും. ആറാമതായിട്ട് നാം കണ്ടു, കരുണ ന്യായവിധിയെ ജയിക്കും. മേഴ്സി ട്രയംസ് ഓവർ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ആ ഉപമയുടേതായിട്ടുള്ള ആ കടം ഇളച്ചു കൊടുക്കുന്ന ആ ഉപമയെ സംബന്ധിച്ച് നാം പഠിക്കുകയുണ്ടായി. അതായത് ഞാൻ ക്ഷമിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കുന്നത് കൊണ്ട് ദൈവം പ്രതീക്ഷിക്കുന്നത് ഞാനും ക്ഷമിക്കുമെന്ന് തന്നെയാണ്. ആമേൻ. എൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും എന്നോട് ചില തെറ്റുകൾ ചെയ്താൽ ഞാൻ ക്ഷമിക്കപ്പെട്ടവനായിരിക്കുന്നത് കൊണ്ട് ഞാൻ ക്ഷമിക്കുമെന്ന് തന്നെയാണ് ദൈവം എന്നെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് നാം കാണുകയുണ്ടായി. ഇതിനെക്കുറിച്ചുള്ള ഗവേഷണം വളരെ രസകരമായിട്ടുള്ള, കാരണം ഈ ഫൊർഗിവ്നെസ് എന്ന് പറയുന്നത് നാം പലപ്പോഴും ചിന്തിക്കുന്നു അതൊരു ബൈബിളിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു വാക്കാണെന്ന്. ഗവേഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വിഷയമാണ് ഫൊർഗിവ്നെസ്. ഒരുപാട് റിസർച്ച്, forgiveness and eczema, forgiveness and arrhythmia, forgiveness and sleep apnea, ഇങ്ങനെ ഒരുപാട്. അപ്പം ഫൊർഗിവ്നെസ്സിന് ദൈവം മുമ്പാകെ ഉള്ള ബെനിഫിറ്റ്സ് മാത്രമല്ല, റിസർച്ച് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിന് ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള ഗുണങ്ങളുണ്ട് എന്ന് തെളിയിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കർത്താവിനെ വിശ്വസിക്കാത്ത ഒരു വ്യക്തി വരുമ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്നാൽ ദൈവമക്കളായ നമ്മെ സംബന്ധിച്ച് തിരുവചനം പറയുന്നത് നാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നാം ക്ഷമിക്കണമെന്നും. ഗവേഷണം പറയുന്നത് എന്താണെന്നറിയാമോ? ഇങ്ങനെ ക്ഷമിക്കുന്നവരിലാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കാണുന്നത്. ഇത് റിസർച്ചാണ്. എനിബഡി ഹു തിങ്സ് ദാറ്റ് ഐ ആം ഫൊർഗിവൺ സോ ഐ ഹാവ് ടു ഫൊർഗിവ്, ഞാൻ ക്ഷമിക്കപ്പെട്ടവനാകുന്നു അതുകൊണ്ട് ഞാൻ ക്ഷമിക്കണം എന്ന് ചിന്തിക്കുന്നവരിൽ ഗവേഷണ ഫലം കാണിക്കുന്നത്, അത് ക്രിസ്തീയ വിശ്വാസികൾ ചെയ്തിരിക്കുന്ന ഗവേഷണ ഫലമല്ല, എന്നാൽ പൊതുവായിട്ട് നടന്നിരിക്കുന്ന പരസ്യമായിട്ട് ചെയ്തിരിക്കുന്ന ഗവേഷണ ഫലം കാണിക്കുന്നത് ഇങ്ങനെ ക്ഷമിക്കുന്നവരിലാകുന്നു എത്രയും പെട്ടെന്ന് അവർ പൂർവ്വസ്ഥിതിയുടെ ആരോഗ്യത്തിലേക്ക് അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു പുഷ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ സൗഖ്യത്തിലേക്ക് അവർ പെട്ടെന്ന് തിരിച്ചു വരുന്നത് എന്ന ഗവേഷണ ഫലം കാണിക്കുന്നു. അടുത്തതായിട്ട് നാം പ്രധാനപ്പെട്ടതായിട്ട് പഠിച്ചൊരു കാര്യം ക്ഷമ എന്ന് പറയുന്നത് ഒരാളുടെ തീരുമാനമാണ്. നിരപ്പാകുക എന്ന് പറയുന്നതിനകത്ത് 2 or 3 അധികം ആൾക്കാർ കാണുമായിരിക്കാം. ക്ഷമിക്കുവാൻ എനിക്ക് വേറെ ഒരാളുടെ സഹകരണം ആവശ്യമില്ല. ക്ഷമിക്കുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു വ്യക്തിയുടെ തീരുമാനമാണ്. അടുത്തതായിട്ട് നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങളെ ഉപദ്രവിച്ച ആൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? നിങ്ങളെ ഉപദ്രവിച്ച ആൾ കർത്താവിൻ്റെ ഫ്രണ്ടിൽ പ്രാർത്ഥിച്ച് സോറി പറഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? ആ ആൻസർ പലർക്കും ഇഷ്ടമല്ല. ആ കാര്യം വരുമ്പോഴാണ് നമ്മൾ ദൈവവുമായിട്ട് തെറ്റുന്നത്. യു ആർ നോട്ട് ഫെയർ. ഓക്കെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് പറയുന്ന പോലെ നമുക്ക് ദൈവത്തോട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ആ ദുഃഖവാർത്ത ഞാൻ അറിയിക്കട്ടെ, കർത്താവ് അവരോട് ക്ഷമിക്കും. കർത്താവ് അവരോട് ക്ഷമിക്കും. അവരവരോട് ക്ഷമിച്ചു. പിന്നെ അവർക്കെതിരെ ഒരു പ്രശ്നവും പിടിച്ചുകൊണ്ട് ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നത് ഈ ലോകത്തിൽ നമ്മൾ മാത്രമായിരിക്കും. മസിൽ പിടിച്ച് നമ്മൾ നല്ല മസ്കുലർ ആൾക്കാരാവും. അതല്ലാതെ വേറെ യാതൊരു ഗുണവുമില്ല. കർത്താവ് അവരോട് ക്ഷമിക്കും. എന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ ഈ ലോകത്തിലെ സമയം കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും
അയാളുടെ കാര്യം പറയുമ്പം കർത്താവ് പറയും, ഞാൻ അയാളോട് ക്ഷമിച്ചായിരുന്നല്ലോ, എന്നേക്കാൾ എന്താണ് മകന് ഭാരം അവനോട്? എൻ്റെ സ്വന്തം പുത്രനെ കൊടുത്തിട്ട് അവൻ ആ കൊള്ളരുതായ്മ കാണിച്ചിട്ട് ഞാൻ അവനോട് ക്ഷമിച്ചു. സഹോദരൻ എന്തായിരുന്നു ഇത്രയും വലിയ ഭാരം എന്ന് ചോദിക്കുമ്പം നമുക്ക് അന്നൊന്നും പറയാൻ കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പല വ്യക്തികൾക്കും ക്ഷമിക്കാൻ താല്പര്യമില്ലാത്തത് അവർക്ക് ക്ഷമയെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള അർത്ഥം അറിയാത്തതുകൊണ്ട്. പലർക്കും ക്ഷമിക്കാൻ താല്പര്യമില്ലാത്തത് അവർ ആ ബന്ധത്തിലേക്ക് മടങ്ങി പോകണം എന്നുള്ള ഭയം കൊണ്ടാണ്. ഞാൻ അതിനെക്കുറിച്ചുള്ള ചില വ്യക്തത ഇന്ന് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുക. ക്ഷമിക്കുക എന്ന് പറയുന്നത് തീർത്തും ഡിഫറെൻ്റാണ്. നിരപ്പാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ബന്ധത്തിലേക്ക് തിരിച്ചു പോകുന്നത്. കർത്താവ് നമ്മളെ നിരപ്പിൻ്റെ ശുശ്രൂഷകരായിട്ട് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. എന്നാൽ അതിന് നാം പാലിക്കേണ്ടതായിട്ടുള്ള ചില ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ട്. നാം അടിമയായിക്കൊണ്ടല്ല ദൈവത്തിൻ്റെ നിരപ്പിലേക്ക് പ്രവേശിക്കേണ്ടത്. ഞാൻ കർത്താവിൻ്റെ നിരപ്പിൻ്റെ ശുശ്രൂഷകനാണെന്നുള്ള ധൈര്യത്തോടു കൂടെയാണ് നമ്മൾ നിരപ്പിലേക്ക് പോകേണ്ടത്. അല്ലാതെ എനിക്കിങ്ങനെ ചെയ്താലും ഒക്കെ തൊടില്ല, കർത്താവിൻ്റെ ഫ്രണ്ടിൽ നാളെ നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ വരുക, വീണ്ടും അയാൾ എന്നെ ഉപദ്രവിക്കും. അതിനുവേണ്ടി അല്ല ദൈവം നമ്മെ നിരപ്പിലേക്ക് വിളിക്കുന്നത്. അതുകൊണ്ട് പല വ്യക്തികൾക്കും ഈ ഫൊർഗിവ്നെസ് അല്ലെങ്കിൽ ക്ഷമ എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് അവർക്ക് നിരപ്പിലേക്ക് പ്രവേശിക്കാനായിട്ട് ഭയമാകുന്നു. നിരപ്പ് ഒരിക്കലും വീണ്ടും ഞാനത് ആവർത്തിക്കുക, വീണ്ടും വീണ്ടും നമ്മൾ ഉപദ്രവിക്കപ്പെടാൻ വേണ്ടിയുള്ള ദൈവത്തിനൊരു കെണിയല്ല. ദൈവത്തിൻ്റെ ആഗ്രഹം നാം നിരപ്പിലൂടെ ഈ വ്യക്തിബന്ധത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ കൊണ്ടുവരണം എന്ന് തന്നെയാണ്. പക്ഷെ അതൊരു യാത്രയാണ്. അത് ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്നൊരു സാൻഡ്വിച്ച് ഫിക്സ് ചെയ്യുന്ന പോലെ നടക്കുന്ന ഒരു കാര്യമാണെന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ ഞാൻ ദൈവത്തിന് മഹത്വം നൽകുന്നു. അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നില്ല. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം, നമുക്കതിനുവേണ്ടി ഒരുങ്ങാം. ബട്ട് പൊതുവെ നാം കാണുന്നത് ഇതൊരു യാത്രയാണ്. ആ യാത്രയിൽ ആരാകുന്നു ആദ്യം മുഖ്യസ്ഥാനം എടുക്കേണ്ടത്? നാം എടുക്കണം. കാരണം നാം ആ നിരപ്പിൻ്റെ ശുശ്രൂഷകർ. ആമേൻ. അത് പൂർണ്ണമായിട്ടും അവരെ കൊണ്ട് തിരിച്ച് ഞാൻ ഇങ്ങനെ സ്നേഹിപ്പിച്ചേ അടങ്ങൂ എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ കാര്യത്തിൽ ഐ ഹാവ് ടു ചാമ്പ്യൻ ദാറ്റ് റിക്കൺസിലിയേഷൻ. ഞാനായിരിക്കണം ആ നിരപ്പിൻ്റെ ശുശ്രൂഷയ്ക്ക് ആദ്യത്തെ ചൂടെടുക്കേണ്ടത്. കാരണം ദൈവം എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. അവസാനമായിട്ട് നാം ഒരു കാര്യം പറഞ്ഞു, നാം ക്ഷമിച്ചാലും ഒരു പക്ഷേ മറക്കുകയില്ലായിരിക്കാം. ഞാൻ ഉദാഹരണം പറഞ്ഞു. അതായത് ഈ കഴിഞ്ഞ ദിവസം വല്ലപ്പോഴും വന്നൊരു സഹോദരൻ്റെ കൈ ഞാൻ ഒടിച്ചിട്ട് വിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പം പുള്ളി എന്നെ തിരിച്ച് വന്ന് കണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വിട്ടത്. അപ്പം ഞാൻ കൈ ഒടിച്ചാലും ശരി, ഞാൻ ക്ഷമ ചോദിച്ച് അദ്ദേഹം എന്നോട് ക്ഷമിച്ചാലും ആ വേദനയും ആ കാസ്റ്റും ആ കൺസൾട്ടേഷനും ഒക്കെ വീണ്ടും ചെയ്യേണ്ടി വരുമായിരിക്കാം. ക്ഷമിച്ചാലും ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ വേദന കർത്താവ് അത്ഭുതകരമായി മാറ്റിയിട്ടില്ല എങ്കിൽ ആ വേദന ഉള്ളത് വളരെ സ്വാഭാവികമാണ്. അതുകൊണ്ട് ആ യാത്രയിൽ നമുക്ക് ദൈവത്തിന് ആ വേദന കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. പലരും ചിന്തിക്കുന്നത് എനിക്ക് ആ വേദന ഉള്ളതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിട്ടില്ല എന്ന് തെറ്റിദ്ധരിച്ച് അവർ തങ്ങളെ തന്നെ വീണ്ടും വീണ്ടും പിശാചിന് കൊടുത്ത് ഒരു ചാട്ടയാടി എന്നും ജസ്റ്റ് വിപ്പിംഗ് ദംസെൽവ്സ് എന്നും നീറിക്കൊണ്ടിരിക്കുക. ഞാൻ ക്ഷമിച്ചിട്ടില്ല കാരണം എനിക്ക് ആ വേദന വീണ്ടും വീണ്ടും വരുന്നല്ലോ എന്നുള്ളത്. നാം ഇനി മുന്നേറാൻ പോവുകയാണ്. ഈ ആഴ്ച ദൂത് എബ്രായ ഭാഷയിൽ 7 വാക്കുകളുണ്ട് ഫോർഗിവ്നെസ് എന്നുള്ളതിന്. ഓക്കെ, ക്ഷമിക്കുക എന്ന് പറയുന്നതിന് എബ്രായ ഭാഷയിൽ 7 വാക്കുകളുണ്ട്. എന്നാൽ ഇതെല്ലാം കൂടെ ചേർത്ത് ഏത് വാക്ക് പറഞ്ഞാലും ഇംഗ്ലീഷിൽ ഒറ്റ വാക്കേ ഉള്ളൂ, ഫോർഗിവ്നെസ്. അപ്പോൾ ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായിട്ടുള്ള പരിമിതികളുമുണ്ട്, അതിൻ്റേതായിട്ടുള്ള ശക്തികളുമുണ്ട്. എന്നാൽ ഈ 7 വാക്കുകളെയും കൂടെ ചേർത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ക്ഷമിക്കുന്നതിൻ്റെ നിർവചനത്തിൻ്റെ 2 വാചകങ്ങൾ ഞാൻ പറയാം. 2 സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഫോർഗിവ്നെസ്. ആദ്യത്തേത്, നമ്മൾ ആദ്യം പറഞ്ഞു ഫോർഗിവ്നെസ് എന്ന് പറയുന്നത്, ക്ഷമ എന്ന് പറയുന്നത് ഒരാളുടെ തീരുമാനം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നിങ്ങൾ മാത്രം വിചാരിച്ചാൽ മതി ക്ഷമിക്കാമെന്ന് പറഞ്ഞാട്ടെ. അത് ഭാര്യ ഭർത്താവിനോട് പറയുമ്പോഴും ഭർത്താവ് ഭാര്യയോട് പറയുമ്പോഴും എക്സ്ട്രാ എഫക്ട്സ് ഒന്നും ആഡ് ചെയ്യാതെ ഇങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ മാത്രം വിചാരിച്ചാൽ മതി ശരിയാണല്ല, നിങ്ങൾ മാത്രം വിചാരിച്ചാൽ മതി ശരി. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫോർഗിവ്നെസ്, ക്ഷമയെക്കുറിച്ചുള്ള ആദ്യത്തെ നിർവചനം,
എന്നോട് ചെയ്തിരിക്കുന്ന തെറ്റ്, ആ തെറ്റ് ചിലപ്പം ശരിക്കും ചെയ്തതായിരിക്കാം, ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നതായിരിക്കാം. ഏതാണെങ്കിലും ശരി, എന്നോട് ചെയ്തിരിക്കുന്ന ആ തെറ്റ് കാരണം അതിനെ ഉപയോഗിച്ച് ഞാൻ ഇനി ഈ വ്യക്തിയെ കുറ്റം ചുമത്തുകയില്ല. ക്ഷമയെക്കുറിച്ചുള്ള ആദ്യത്തെ നിർവചനം, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡെഫിനിഷൻ അബൌട്ട് ഫൊർഗിവ്നെസ്. ഈ സംഭവിച്ചിരിക്കുന്ന ഒരു തെറ്റ് ചെയ്തല്ലോ ആ വ്യക്തിയാണ്, അതായത് പണ്ട് 1987 ഇനി അങ്ങനെ പറയാൻ പറ്റില്ല. ക്ഷമിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി അങ്ങനെ പറയാൻ പറ്റില്ല. പണ്ട് എൻ്റെ ആദ്യത്തെ എന്നെ കെട്ടിക്കൊണ്ട് വന്ന 2-ാമത്തെ ദിവസം ഇല്ല കഴിഞ്ഞു, അതിൻ്റെ അർത്ഥം ക്ഷമിച്ചില്ലെന്നാ. കാരണം ക്ഷമയുടെ ആദ്യത്തെ നിർവചനം എന്ന് പറയുന്നത് തെറ്റു പറ്റി എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ എന്നോട് തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ക്ഷമിക്കുക എന്ന് പറയുന്നത് പല ആൾക്കാരും ചിന്തിക്കുന്നത് വിട്ടുകളാം, ഡിനയലിൽ നടക്കാൻ, ബ്രദറെ ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതി അങ്ങ് മുന്നോട്ട്. ക്ഷമിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഡിനയൽ. ഇങ്ങനെ ഒന്നും നടന്നിട്ടില്ല, കാരണം നടന്നിട്ടില്ല എന്ന് പറഞ്ഞാലും കിട്ടിയ അടിയുടെ വേദന ഇപ്പോഴും നന്നായിട്ടുണ്ട്, നീലിച്ച് കിടക്കുവാണ്, എന്നാലും നല്ല വേദനയുണ്ട്. എന്നാലും നടന്നിട്ടില്ല, ഞാനിതിനെ ക്യാൻസൽ ചെയ്താലും കഴിക്കുമ്പോൾ വേദനയുണ്ട്. ലെറ്റ്സ് നോട്ട് യൂസ് സ്ക്രിപ്ചർ ഇൻ നോൺ ഇൻറ്റൻഡഡ് വേസ്. ദൈവവചനം വളരെ റിയലാണ്. ദൈവവചനം മനുഷ്യർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് അത് മാർവൽ ക്യാരക്ടേഴ്സിന് വേണ്ടി ഒന്നും എഴുതിയിട്ടുണ്ട്. മനുഷ്യർക്ക് എഴുതിയിട്ടുള്ളതുകൊണ്ട് അത് വളരെ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പം it is not denial. Also the Lord is asking us not to be deterministic about it. കർത്താവ് നമ്മളോട് പറയുന്നത്, ഈ ക്ഷമിക്കുമ്പോൾ നീ പറയുക, അതായത് എൻ്റെ ജീവിതത്തിൽ ഈ സംഭവിച്ചിരിക്കുന്ന ഈ പ്രശ്നം കാരണം എൻ്റെ ജീവിതം ഇങ്ങനെയായി നീ പറയരുത്. കാരണം നിൻ്റെ ജീവിതത്തിൽ ഈ ഉപദ്രവത്തിനല്ല അവസാനത്തെ വാക്ക്, യേശുവിനാണ് നിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ വാക്ക്. നിന്റെ മേൽ എന്ത് പ്രശ്നം വന്നാലും ശരി, നീ വീണ്ടും ക്രിസ്തുവിങ്കൽ ആ ഇടർച്ച, ആ വേദന നീ നൽകുവാൻ നീ തീരുമാനിച്ചാൽ അവസാന വാക്ക് അതിനാകുകയില്ല. അവിടെ പല ആൾക്കാരും ചിന്തിക്കുന്ന, ഓക്കെ എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു, ഇനി അതല്ല, ആ കാരണത്തിന് നിങ്ങളെ നിർവചിക്കുവാൻ കഴിയുകയില്ല. ദൈവമാ നിങ്ങളുടെ ഉടയവൻ, ദൈവമാകും നമ്മുടെ പിതാവ്. അവസാന വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത് ദൈവത്തിന് മാത്രമാണെന്ന് നൽകാൻ കഴിയുന്നത് നാം ക്ഷമിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ആദ്യത്തെ നിർവചനം, അത് സംഭവിച്ചു, എനിക്ക് വേദനയുണ്ടായി, പക്ഷെ ആ വ്യക്തിയോട് ഇനി ഇതിനെ സംബന്ധിച്ച് ഞാൻ ഇത് റെഫർ ചെയ്യത്തില്ല, ഞാൻ ഇതിന് കുറ്റം ചുമത്തുകയില്ല. ഒരുപക്ഷെ മറ്റാരോടെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ പറയുവാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയേണ്ടി വരുമായിരിക്കാം, ആവശ്യമുള്ളിടത്ത് മാത്രം. പക്ഷെ ഞാൻ കുറ്റം ചുമത്തുവാനായിട്ട് ഞാൻ ഉപയോഗിക്കുക. ഐ റിലീസ് ഹിം ഫ്രം ഓൾ ചാർജസ്. ആദ്യത്തേത്. രണ്ടാമത്തേത് ഇച്ചിരി കട്ടിയാണ്. ഈ തെറ്റ് കാരണം എനിക്ക് വന്നിരിക്കുന്ന എന്ത് കടങ്ങളാണെങ്കിലും ഞാൻ ഇളവ് ചെയ്യുകയാണ്. ഞാൻ ആമീൻ പ്രതീക്ഷിച്ചില്ല. കാരണം ആ ആമീൻ അടിയിൽ നിന്ന് വരാൻ കുറച്ച് ദൂരം എടുക്കും. അതൊരു തീരുമാനമാണ്. ആ വ്യക്തി എന്നോട് തെറ്റ് ചെയ്തതുകൊണ്ട് എനിക്കുണ്ടായിരിക്കുന്ന ആ നഷ്ടം എന്ത് തന്നെയാണോ അത് ഇനി ഞാൻ അത് എന്താണോ ആ വ്യക്തി കടംപെട്ടിരിക്കുന്നത്, ആ ഉപമയിൽ നമ്മൾ അതാ കണ്ടത്. എന്താണോ ഈ വ്യക്തി എനിക്ക് കടംപെട്ടിരിക്കുന്നത്, ഞാൻ ക്ഷമിക്കുമ്പോൾ ഞാനത് ഇളച്ചു കൊടുക്കുക. എനിക്ക് തന്നാൽ ഞാൻ മേടിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. കാരണം നേരെ ചൊവ്വേ ചോദിച്ചിട്ട് തരാത്തോണ്ടാണല്ലോ ഫോർഗീവ് ചെയ്യേണ്ട ഒരു പ്രശ്നം വരുന്നത്, അല്ലേ? പക്ഷെ പാസ്റ്ററെ, ഞാൻ എടുത്ത തീരുമാനം ഇനി എങ്ങാനും പറയുമ്പം പുള്ളി സന്തോഷത്തോടെ ഹല്ലേലൂയ എന്ന് പറഞ്ഞെങ്ങാനും സ്വീകരിച്ചാലോ, അത് വേണ്ട, അല്ലേ? നാം ആദ്യം നമ്മുടെ ഹൃദയത്തിൽ നാം തീരുമാനിക്കണം, ഈ വ്യക്തിയുടെ തെറ്റായിട്ടുള്ള പ്രവൃത്തി മുഖാന്തരം എന്ത് ആ വ്യക്തി എന്നോട് കടംപെട്ടിരിക്കുമോ അത് ഞാൻ തീരുമാനിക്കുന്നു, ഞാനത് ഇളച്ചു കൊടുക്കുക. പൊതുവെ നാം കാണുന്നത്, നമ്മുടെ ഹൃദയത്തിൽ നാം അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ദൈവം ചിലപ്പോൾ അവരോട് സംസാരിക്കും, ഇല്ലെങ്കിൽ ദൈവം നമ്മളെ നിറയ്ക്കും, വേറെ വഴികളിൽ ദൈവം നിറയ്ക്കും.
അതുകൊണ്ടല്ല ക്ഷമിക്കേണ്ടത്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തിരുവചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണമെന്നുള്ളത്. എന്തിനു വേണ്ടി? അത് താഴ്മയോടെ കർത്താവിൻ്റെ കൈക്കീഴിൽ എന്നും താഴ്ന്നിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ അടുത്ത ഭാഗമാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ദൈവം എന്നെ തക്ക സമയത്ത് ഉയർത്തും. അപ്പോൾ ഉയരാൻ വേണ്ടിയല്ല താഴേണ്ടത്. താഴേണ്ടത് നമ്മൾ കർത്താവിൻ്റെ സ്വഭാവം മനസ്സിലാക്കി കർത്താവിനോട് അനുരൂപപ്പെടുവാൻ വേണ്ടിയാണ് നാം താഴേണ്ടത്. നീ നിന്റെ ദശാംശങ്ങൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടുമ്പം ഓഫറിംഗ് ബാഗിലാണോ ബോക്സിലാണോ LNB ആണോ ഒന്നും നോക്കില്ല. പക്ഷെ കിളിവാതിൽ തുറക്കുന്നത് നോക്കിയിരിക്കുവാണ് സ്വർഗത്തിലെ. അങ്ങനല്ല കൊടുക്കുന്നത്. നാം അനുസരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്ന് അവിടെ പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന 100% നിന്ന് ദൈവം എനിക്ക് നൽകാൻ ബലം തരുന്ന അനുസരിച്ച് ദൈവത്തിൻ്റെ വേലയിലേക്ക് കൊടുക്കുന്ന എനിക്ക് വലിയ ഇതാ കൊടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം. ഹല്ലേലൂയ. ക്ഷമയുടെ 2 നിർവചനങ്ങൾ ഞാൻ പറഞ്ഞു. 1, ഇനി ഞാൻ കുറ്റം ചുമത്തുകയില്ല. 2, എനിക്കുള്ള കടം ഞാൻ ഇളച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ 2 ചെയ്യാനായിട്ട് നമുക്ക് മറ്റേ വ്യക്തിയുടെ യാതൊരു സഹകരണവും സഹായവും ഒന്നും ആവശ്യമില്ല. നമ്മുടെ മാത്രം തീരുമാനമാണ്. ആമേൻ. നിങ്ങളതുകൊണ്ട് ക്ഷമിക്കാൻ തയ്യാറാണോ? ആലോചിച്ച് പറയണേ. മുമ്പത്തെ പോലത്തെ ക്ഷമയല്ല, ഈ 2 നിർവചനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ക്ഷമയാണ് ഞാൻ ചോദിച്ചത്. അപ്പം നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണോ? ആണോ? ക്ഷമിക്കേണ്ട ആവശ്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. ഓൺലൈനിൽ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരും ഇല്ല. ഓൺലൈനിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഞങ്ങളൊരു തീരുമാനമെടുക്കുന്നു. ലോർഡ് കർത്താവേ, ഞങ്ങളോട് തെറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ ആര് തന്നെയാണെങ്കിലും ശരി കർത്താവേ, ഞങ്ങളങ്ങനെ ചിലത് ഞങ്ങളുടെ ചിന്തയായിരിക്കാം, ചിലത് യഥാർത്ഥത്തിൽ ഞങ്ങളോട് ഇടർച്ച ചെയ്തിരിക്കുന്ന വ്യക്തികളായിരിക്കാം. കർത്താവേ, ഇനി ഞങ്ങൾ അവരെക്കുറിച്ച്, ഈ കാര്യത്തെക്കുറിച്ച് കുറ്റം ചുമത്തുവാനായിട്ട് ഞങ്ങൾ അത് ഉപയോഗിക്കുകയില്ല. കർത്താവെ, അവരുടെ ആ പ്രവൃത്തി മുഖാന്തരം ഞങ്ങൾക്ക് വന്നിരിക്കുന്ന കടങ്ങളെല്ലാം ഞങ്ങൾ ഇളച്ചു കൊടുക്കുന്നു. കർത്താവെ, അങ്ങ് അവരോട് ഇടപെട്ട് അവരുടെ തെറ്റിൻ്റെതായിട്ടുള്ള പകരമായിട്ട് അവരെന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ അതിന് അനുവാദം കൊടുക്കുന്നു. അല്ലാതെ ഞങ്ങൾ ദൈവത്തിന് വിരുദ്ധമായ ഒരു രീതിയിലും ആ കടങ്ങളെ തിരിച്ച് എടുക്കുവാൻ, ആ ദാസൻ ചെയ്യുന്നത് പോലെ തൊണ്ടയ്ക്ക് ഞെക്കി അല്ലെങ്കിൽ വിരട്ടി അല്ലെങ്കിൽ ദൈവികമല്ലാത്ത രീതിയിൽ ആ കാര്യങ്ങൾ തിരികെ നേടുവാൻ, കടം പെട്ടിരിക്കുന്നത് തിരികെ നേടുവാൻ ഞങ്ങൾ ശ്രമിക്കുകയില്ല. കർത്താവെ, ഞങ്ങൾ ഇത് അങ്ങയോടുള്ള ബഹുമാനത്തിൽ നിന്ന്, ഭയത്തിൽ നിന്ന് ഞങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവെ, ഇത് മറ്റൊന്നും തിരിച്ചു ലഭിക്കുവാനല്ല, എന്നാൽ ഞങ്ങളെ ഇവിടെ ആക്കിയിരിക്കുന്നത് തന്നെ അങ്ങയുടെ ഹിതം ചെയ്യുവാനാണല്ലോ എന്ന് മനസ്സിലാക്കി സന്തോഷത്തോടുകൂടെ ഞങ്ങൾ തീരുമാനിക്കുന്നു. കർത്താവ്, ഇത് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഞങ്ങളുടെ ഹൃദയത്തിൽ വേദനയുണ്ടാകാം. എന്നാൽ വേദനയിൽ നിന്നുകൊണ്ട് ദൈവഹിതം ചെയ്യുവാൻ ഞങ്ങൾക്ക് ഇന്ന് തന്നിരിക്കുന്ന ശക്തിക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അപ്പം ക്ഷമിച്ചവർക്ക് അടുത്തതായിട്ടുള്ള ഒരു ചുവടെന്ന് പറയുന്നത് നിരപ്പിൻ്റെതായിട്ടുള്ള ചുവടാണ്. അപ്പം നമ്മളൊരു വ്യക്തി നമ്മളോട് ഇടർച്ച ചെയ്തു, ഒരു വ്യക്തി നമ്മോട് തെറ്റായ രീതിയിൽ ഇടപെട്ടു, നമ്മൾ ആ വ്യക്തിയെ ക്ഷമിച്ചു. എങ്ങനെ ക്ഷമിച്ചു? ഇനി ആ കാര്യം ഞാൻ കുറ്റം ചുമത്താൻ ഉപയോഗിക്കുകയില്ല. 2, അത് കാരണം വന്നിരിക്കുന്നതായിട്ടുള്ള കടങ്ങൾ ഞാൻ ഇളച്ചു കൊടുത്തു. അപ്പം അക്കൗണ്ട് 0 ആയി, ടാലിയായി, ഇനി ഒരു കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് ക്രെഡിറ്റും ഇല്ല, ഡെബിറ്റും ഇല്ല, എല്ലാം 0 ഡ്രോ ആണ്, ഒരു കുഴപ്പവുമില്ല. എന്നാൽ ദൈവം പറയുന്നത് നമ്മോട് ക്ഷമിച്ചാൽ മാത്രം പോരാ, കർത്താവ് നമ്മെ നിരപ്പിൻ്റെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നു.
ആ നിരപ്പിൻ്റെ അർത്ഥം എന്താണ്, അത് എങ്ങനെ ചെയ്യുമെന്നുള്ളതിൻ്റെ ചെറിയ ചില കാര്യങ്ങൾ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ നാം നോക്കുമ്പോൾ അത് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പോൾ തിരുവചനം പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചോ അതിൻ്റെ എല്ലാം ഏജന്റ് നമ്മളാവണമെന്നാണ് പറയുന്നത്. ക്രിസ്തു മൂലം ദൈവം നമ്മോട് നിരപ്പിച്ചു, ഇനി നീ നിരപ്പിൻ്റെ ശുശ്രൂഷകനാകാനായിട്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മോട് ഒരു നിരപ്പിൻ്റെ ആവശ്യം വരുന്നത് നിരപ്പല്ലാതെ ഡിഫറെൻറ്റ് ലെവലിൽ നിൽക്കുമ്പോഴാണല്ലോ നിരപ്പിൻ്റെ ആവശ്യം വരുന്നത്, അല്ലേ? നിരപ്പാകുന്നത്, അല്ലേ? അപ്പം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിലവാരത്തിൽ നിൽക്കുമ്പോൾ നാം അതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുക്കണമെന്നാണ് പറയുന്നത്. നമ്മളപ്പം നമ്മുടെ ജീവിതത്തിൽ വന്ന ആ വേദന നമ്മൾ ക്ഷമിച്ചു, നമ്മളിനി ആ കടത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കത്തില്ല, നമ്മൾ ഇളച്ചു കൊടുത്തു. പക്ഷെ എന്നാലും ആ റിലേഷൻഷിപ്പ് ഒരാൾ അവിടെയും ഒരാൾ ഇവിടെയും അല്ലെങ്കിൽ ഇങ്ങനെ നിരപ്പാകാതെ നിൽക്കുക. നിരപ്പാക്കാനായിട്ട് നാം അതിൻ്റെ ചുവടെടുക്കണം. കാരണം മറ്റേ വ്യക്തി നിരപ്പിൻ്റെ ശുശ്രൂഷകനാണോ എന്ന് എനിക്കറിയില്ല, എന്നാൽ ദൈവം എന്നെ നിരപ്പിൻ്റെ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നാം ദൈവം മുമ്പാകെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഭയപ്പെടാനായിട്ടല്ല, ആ മേഖലയിൽ നാം വിശ്വസ്തയോടെ പ്രവർത്തിക്കുക നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാമോ, നാം നിരപ്പിൻ്റെ ശുശ്രൂഷകരാണെന്ന് പറയാമോ? നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു വേദഭാഗം നമ്മൾ കാണാൻ പോകുക. പെട്ടെന്ന് ഞാൻ വായിച്ചു പോകാൻ പോവുകയാണ്, കാരണം എന്നിട്ട് അതിനകത്തെ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ പറയും. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വേദഭാഗമാണ്. പെട്ടെന്ന് പറയുകയാണ്. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഓക്കെ, അപ്പം ഡാഡി ബ്രോ എൻ്റെ ഷെയർ എനിക്ക് തന്നേക്ക്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഇളയ മകൻ ചോദിക്കുകയാണ്. അപ്പം ഡാഡി ആണെങ്കിൽ അത് പകുത്തു കൊടുത്തു എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത്, ഓ ഡാഡി നല്ല ഡാഡി ആയതുകൊണ്ട് മൊത്തം ഹാഫ് ആയിട്ട് കൊടുത്തു എന്നാണ്. അത് വചനം പറയുന്നില്ല. ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ നമ്മൾ ലാസ്റ്റ് കാണും. അപ്പം അവന് കൊടുക്കേണ്ടത് അവൻ ചോദിച്ചപ്പോൾ പിതാവ് അവന് കൊടുക്കേണ്ടത് പകുത്തു കൊടുത്തു. ഡിവൈഡ് ചെയ്ത് അവനുള്ളത് പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തെ യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. വളരെ എക്സ്പെർട്ട് ഫിനാൻസ് മാനേജർ ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാം തീർന്നു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ട് വന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവൻ തൻ്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറു നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. ആ സമയത്ത് തിരുവചനം പറഞ്ഞ് ശ്രദ്ധിച്ചോണേ, അവൻ്റെ വളരെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ അവന് ഇനിയും ഒന്നും മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന സമയത്ത് അപ്പോൾ സുബോധം വന്നിട്ട്, ഞാൻ വിശ്വസിക്കുന്നു അത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കണ്ടുമുട്ടൽ അല്ലെങ്കിൽ ഇടപെടലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവാണ് സുബോധത്തിൻ്റെ ആത്മാവ്. അവന് സുബോധം വന്നിട്ട്, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പം ഡയലോഗൊക്കെ പ്രാക്ടീസ് ചെയ്യുവാണ്. കാരണം ഇത്രയും കാലം അപ്പൻ നല്ലതാണെന്നോ എത്ര സെർവൻസ് ഉണ്ടെന്നോ ഒന്നും ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പം പന്നിയുടെ കൂടെ കുറച്ച് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി, എൻ്റെ അപ്പൻ വളരെ നല്ല അപ്പനാണെന്ന് മനസ്സിലായി. വീട്ടിൽ വളരെ നല്ല രീതിയിൽ വേലക്കാർ ജീവിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലായി. അപ്പം ഡയലോഗെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് അപ്പം എന്നെ ഇങ്ങനെ, അപ്പം അവൻ ചിന്തിക്കുന്നത് എൻ്റെ ഡയലോഗ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലാണ് എൻ്റെ അപ്പൻ എന്നെ സ്വീകരിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. ചിലർക്ക് പ്രാർത്ഥിക്കാൻ മടിയുള്ളതുപോലെ, പാസ്റ്ററെ പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ ആയിട്ടില്ല. കാരണം നമ്മുടെ ഇംഗ്ലീഷ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ആണോ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഗ്യാപ്പ് വന്നാൽ എന്ത് പ്രശ്നം വരും? അങ്ങനെ ഡയലോഗിൻ്റെ അടിസ്ഥാനത്തിലല്ല കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതോ കർത്താവ് നമ്മളെ സ്വീകരിക്കുന്നതോ. കർത്താവ് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആമേൻ. അപ്പം മകൻ ഡയലോഗെല്ലാം പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ശ്രദ്ധിക്കണം, ഇവിടെ പരിശുദ്ധാത്മാവിനൊരു ഇടപെടലുണ്ട്. അവൻ്റെ അകത്ത് മനസ്താപം വരുന്നത് നാം കാണുന്നു. അതിനുശേഷം അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കലേക്ക് പോവുകയാണ്.
ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും. അപ്പം അവൻ്റെ ഡയലോഗ് കേൾക്കുന്നതിന് മുമ്പേ തന്നെ അപ്പൻ സ്വീകരിച്ചു. നിങ്ങൾ ഉപദ്രവിച്ച ആൾ, അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായി, അവരുടെ മനസ്സ് മാറി, അവർ തിരിച്ചു വന്നാൽ ആർ യു റെഡി ഫോർ ദ റിട്ടേൺ? നിങ്ങൾ തയ്യാറാണോ അവരെ തിരിച്ച് സ്വീകരിക്കാൻ? ഐ വോണ്ട് ടു എൻകറേജ് യു. ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുത്തുക, നിങ്ങൾക്ക് ദൈവം മുമ്പാകെ ചോദിക്കാമോ? എൻ്റെ ജീവിതത്തിലൊരു വലിയ അത്ഭുതം നടന്നു. ഇതിനെ സംബന്ധിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു നിരപ്പിൻ്റെ ഒരു അനുഭവത്തിന് ഇവിടെ ഒരു അവസരം തരാമോ എന്ന് ചോദിച്ചപ്പം കർത്താവ് ഒരു വലിയ അവസരം തുറന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ആർ യു റെഡി ഫോർ യുവർ ഒഫൻഡേഴ്സ് റിട്ടേൺ? നിങ്ങളെ ഉപദ്രവിച്ച ആൾ ഉപദ്രവിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, ഇനി ഉപദ്രവിച്ച നിങ്ങളുടെ തോന്നലാണെന്നിരിക്കട്ടെ, പരിശുദ്ധാത്മാവ് അവരോട് ഇടപെട്ട് അവരുടെ മനസ്സ് മാറി അവർ ചിന്തിക്കുന്നത് ഈ ഡയലോഗൊക്കെ കറക്റ്റ് ആയാലേ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ അവർ മടങ്ങി വരുമ്പം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നാം പലപ്പോഴും ചിന്തിക്കുന്നത് തയ്യാറാകണമെങ്കിൽ ഇനിയുള്ള സ്വത്ത് മുഴുവൻ കൊടുക്കണമെന്നാണ് ചിന്തിക്കുന്നത്. അതിച്ചിരി പ്രശ്നമാണ്. അപ്പം ഏത് നിലവാരത്തിലുള്ള റെക്കൺസിലേഷൻ ഇവിടെ നടന്നു നമുക്ക് നോക്കാം. അവിടെ പിതാവ് എന്താ വെച്ചാൽ ആദ്യം അവന് സ്വീകരിച്ചു. മകനെ, എൻ്റെ ബാലൻസ് ഷീറ്റിന് നിൻ്റെ ബാലൻസ് ഷീറ്റ് ആയിരിക്കും ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ വന്നതല്ലേ 10 പുഷപ്പ് എടുത്തിട്ട് വീട്ടിൽ കയറിയാൽ മതി എന്നൊന്നും പറഞ്ഞില്ല. പിതാവിന് അറിയാമായിരുന്നു അവൻ മകൻ തന്നെയാണ്, അവൻ മകൻ തന്നെയാണ്. ആർ യു റെഡി ഫോർ യുവർ ഒഫൻഡേഴ്സ് റിട്ടേൺ? നിങ്ങളുടെ വേദനിച്ച ആൾ നിങ്ങളോട് ക്ഷമ പറഞ്ഞ് ആ ഡയലോഗൊക്കെ പ്രാക്ടീസ് നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണോ? ക്ഷമിക്കാൻ തയ്യാറല്ലെങ്കിൽ വീണ്ടും അയാളെ മുറിവേൽപ്പിക്കാൻ വേണ്ടി ഒരു പക്ഷേ ദൈവം അയാളെ നിങ്ങളുടെ അടുക്കൽ അയക്കുകയില്ല. ഒരു പക്ഷേ. കാരണം ഒരുപക്ഷെ ആ വ്യക്തി ദൈവമുമ്പാകെ ക്ഷമ ചോദിച്ച് ആ വ്യക്തി അകത്ത് മനപ്രയാസപ്പെട്ട് മനസ്താപത്തോടുകൂടെ നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ ആഗ്രഹിച്ച് എങ്ങനെ വരുമെന്ന് ഒരുപക്ഷെ ഇരിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ, കർത്താവേ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ആ വ്യക്തിയെ കർത്താവ് എൻ്റെ അടുക്കൽ അയക്കുമെങ്കിൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടുകൂടെ സ്വീകരിക്കും. കണ്ണുകൾ അടച്ച് അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ കണ്ണുകൾ അടച്ച്, എല്ലാ കണ്ണുകളും അടഞ്ഞിരുന്നാട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കാമോ? കർത്താവേ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഏറെ സ്നേഹിക്കുന്നു കർത്താവേ. എന്നാൽ ഒരു നിരപ്പിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ തക്കവണ്ണം കർത്താവ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ഇടപെടണമേ. അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി എൻ്റെ അടുക്കലേക്ക് വരുവാൻ ഒരു ചുവട് എടുക്കുന്നുവെങ്കിൽ കർത്താവേ ഞാൻ തുറന്ന ഹൃദയത്തോടെ ഞാൻ സ്വീകരിക്കും, ഞാൻ ക്ഷമിക്കും, ഞാൻ കുറ്റം ചുമത്തുകയില്ല, ഞാൻ കടം ഇളച്ചു കൊടുക്കും. കർത്താവേ അങ്ങയുടെ ആഗ്രഹപ്രകാരമുള്ള ക്ഷമ ഞാൻ തീർച്ചയായിട്ടും ഞാൻ നൽകും. പ്രാർത്ഥിക്കാമോ? നിങ്ങളത് പറയാമോ? കർത്താവെ എനിക്ക് ഈ വ്യക്തിബന്ധത്തിൽ നിരപ്പിലാകുവാൻ ഒരു അവസരം തരാമോ എന്ന് ചോദിക്കാമോ? കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് നന്ദി. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ ഈ പിതാവ് ഓടിച്ചെന്ന് അവനെ സ്വീകരിച്ചു ചുംബിച്ച് മകൻ ആ ഡയലോഗൊക്കെ പറഞ്ഞു. അപ്പൻ പറഞ്ഞു, ഒരു ഓപ്ഷനും ഇല്ല, നിന്നെ ദാസനാക്കാനൊന്നും നിവൃത്തിയില്ല, നിന്നെ നിരപ്പിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് തന്നെ ഞാൻ കൊണ്ടുവരും. കാരണം പിതാവിനറിയാം അവൻ്റെ ഹൃദയത്തിൽ മാറ്റം സംഭവിച്ചു, ദൈവം അവനോട് ഇടപെട്ടു, അവൻ തിരിച്ചു വന്നു, അവൻ്റെ സംസാരത്തിൽ നിന്ന് അവൻ്റെ മാറ്റം പ്രകടമാണ്. അതുകൊണ്ട് പിതാവ് അവനെ തിരിച്ചു ഭവനത്തിലേക്ക് കയറ്റി അവനെ പുത്രനാക്കി. എന്നാൽ ശ്രദ്ധിച്ചാട്ടെ, വീണ്ടും ആ മകനെ നീ ഒരു 50,000 നശിപ്പിച്ചു, ഇതാ 1,00,000 കൂടെ പിടിച്ചോ എന്നിവിടെ പറഞ്ഞിട്ടില്ല. സോ റിക്കൺസിലിയേഷൻ, അല്ലെങ്കിൽ നിരപ്പ് എന്ന് പറയുന്നത് നാം വിഡ്ഢിത്തത്തോടെ ചെയ്യുന്നൊരു കാര്യമല്ല. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ബന്ധത്തിലേക്ക് ഒരു ഇടർച്ച ഉണ്ടായെങ്കിൽ കഴിയുന്ന അത്രയും, ദൈവം നമ്മെ ബലപ്പെടുന്ന അത്രയും, നിരപ്പിലാക്കുവാൻ കഴിയുന്ന അത്രയും തന്നെ മുന്നോട്ട് കൊണ്ടുവരുവാനുള്ളൊരു ശ്രമമാകുന്നു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഉടനെ തന്നെ ദാസനാകാൻ വന്ന ആ മകനെ
പിതാവ് പറയുക, അവനുള്ള വസ്ത്രം എടുത്തു കൊണ്ടുപോവാ, അവനുള്ള മോതിരം എടുത്തുകൊണ്ട് കൊണ്ടുപോവാ എന്ന് പറയുകയാണ്. അതിനുശേഷം പറയുകയാണ്, ആക്ച്വലി നമുക്ക് ഒരു ഭയങ്കര ഫീസ്റ്റാണ്. അപ്പം എനിക്ക് പ്രിയപ്പെട്ട ഒരു 1-2 പേരോട് ഇങ്ങനെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് തോന്നുന്നു. കാരണം അവൻ തിരിച്ചു വന്ന ഉടനെ തന്നെ ഒരു ബാർബക്യൂ പാർട്ടി അങ്ങ് ത്രോ ചെയ്തു, അതും ബീഫ് ബാർബക്യൂ. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പം ഒരു ആൾ പറഞ്ഞു, സ്പിരിച്വലി സ്പീക്കിംഗ് കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് ഇച്ചിരി ബോറായിപ്പോയി. അപ്പം ഞാൻ മൂത്ത പുത്രൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ നമ്മൾ ഇത്രയും കാലം പ്രസംഗിച്ചെല്ലാം കേട്ടതുകൊണ്ട് നമ്മൾ ഈ മുടിയനായ പുത്രനെ കർത്താവ് സ്വീകരിച്ചു, ആ പാർട്ടി കറക്റ്റ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ എഗ്രി ചെയ്തില്ലെങ്കിൽ നമുക്കൊരു മോശം വരും. അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. പക്ഷേ എന്നാലും ആ മൂത്ത മോൻ അത്ര മോശക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. ഈ മൂത്ത പുത്രനെ കുറിച്ച് ഇഷ്ടംപോലെ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഭവനത്തിനകത്താണ് പക്ഷെ കർത്താവിൻ്റെ ഹൃദയം അറിഞ്ഞില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താകുന്നു ഈ മൂത്ത പുത്രൻ്റെ പ്രയാസമായിട്ട് പറഞ്ഞത്? ഈ മൂത്ത പുത്രൻ പറഞ്ഞത്, ഇത് ന്യായമല്ല, അല്ലെങ്കിൽ അവന് ഈ പിതാവിൻ്റെ പ്രവൃത്തിയെ സംബന്ധിച്ച് അവന് സന്തോഷം തോന്നില്ല. കാരണം ഈ പുത്രൻ ചെയ്ത പാപമാ അവനെ സംബന്ധിച്ച് ഏറ്റവും വലുതായിട്ടിരിക്കുന്നത്. എന്നാൽ പിതാവിനെ സംബന്ധിച്ച് പിതാവ് എന്തിനു വേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ. പിതാവ് ഇങ്ങനെയുള്ളവരെ വീട്ടിൽ കയറ്റാൻ വേണ്ടിയാണ് വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നാം നിരപ്പിൻ്റെ ശുശ്രൂഷകരാകുമ്പോൾ നാം വ്യക്തികൾ ചെയ്തിരിക്കുന്ന എന്തുമായിട്ടുള്ള ചെറിയ ചെറിയ തെറ്റുകളെ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും നിരപ്പാകാൻ കഴിയുകയില്ല. എന്നാൽ നാം നിരപ്പിൻ്റെ ശുശ്രൂഷകരായതുകൊണ്ട് എനിക്ക് ഏത് നിലവാരത്തിൽ വരെ ഒരു നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമോ ഞാൻ അതിന് ശ്രമിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വേദഭാഗം എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നാം ഭവനത്തിലായിരുന്നാൽ പോലും, നാം ഭവനത്തിൽ തന്നെ ആയിരുന്നാൽ പോലും, പിതാവിൻ്റെ കൂടെ ആയിരുന്നാൽ പോലും, ഓരോ തവണയും ദൈവം ചെയ്യുന്നത് എന്തെന്നറിയുവാൻ നാം താഴ്മപ്പെട്ടേ മതിയാകും. 25 വർഷമായി വിശ്വാസത്തിലാണ്, 30 വർഷമായി വിശ്വാസത്തിലാണ്, 10 വർഷമായി ശുശ്രൂഷയിലാണ്, 20 വർഷമായി ശുശ്രൂഷയിലാണ്. നാം അങ്ങനെ ചിന്തിച്ചാൽ പലപ്പോഴും പിതാവ് ചെയ്യുന്ന പ്രവൃത്തിയെ മൂത്ത പുത്രനെ പോലെ കണ്ടുപോകും. വി ഹാവ് നോട്ട് അറൈവ്ഡ്. നമ്മൾ ആരും എത്തിയിട്ടില്ല എങ്ങും. നമ്മൾ അനുദിനം ഓരോ തവണയും പിതാവിൻ്റെ പ്രവൃത്തി എന്തെന്നറിയണമെങ്കിൽ നാം താഴ്മപ്പെട്ട് നാം ദൈവസന്നിധിയിൽ ഇരുന്നേ മതിയാകും. ഹല്ലേലൂയ. അപ്പോൾ റിക്കൺസിലിയേഷൻ ഈ നിരപ്പിൻ്റെതായിട്ടുള്ള അനുഭവത്തിൽ ഇവിടെ വരുമ്പോഴത്തേക്കും വളരെ എളുപ്പമാണ്. കാരണം എന്താ? ഈ കേസിൽ ആരാ തെറ്റ് ചെയ്തെന്നുള്ളത് എല്ലാവർക്കും വളരെ ക്ലിയറാണ്. കാരണം ആ പ്രസംഗത്തിൻ്റെ തലക്കെട്ട് തന്നെ മുടിയനായ പുത്രൻ എന്നാണ്. ആർക്കും ഒരു സംശയമില്ല ആരാണ് മുടിയൻ, അല്ലെങ്കിൽ ആരാണ് പ്രശ്നക്കാരൻ, ആരാ തെറ്റ് ചെയ്തെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒഫൻഡർ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മടങ്ങി വരുവാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കേണ്ടത് ആ തിരിച്ചു വരവ് കാണുമ്പോഴല്ല. കേൾക്കുന്നുണ്ടോ? അവൻ ദൂരേന്ന് വരുന്നുണ്ട്, അവൻ്റെ ആ വരവ് കാണുമ്പോഴല്ല ക്ഷമിക്കേണ്ടത്. ഇപ്പം ക്ഷമിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഇടപെട്ട് ആ വ്യക്തിയെ മടക്കിക്കൊണ്ടിരുന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം അത് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ നിരപ്പിലോട്ട് മുന്നോട്ട് പോകാത്തതിൻ്റെ കാരണം നമുക്ക് തീരുമാനമായിട്ടില്ല ആരാ തെറ്റ് ചെയ്തതെന്നുള്ളത്. അതിന് ഡിസ്കഷൻ കഴിഞ്ഞ 15 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓരോ തവണയും നിരപ്പിലേക്ക് വരാനായിട്ട് ഒരു തീരുമാനത്തിലേക്ക് വന്ന് ആ കോൾ ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും വീണ്ടും 4-5 വർത്തമാനം കൂടെ പറഞ്ഞ് നമ്മൾ പിന്നെയും ദൂരോട്ട് പോവുകയാണ്. ക്ഷമിക്കുവാൻ നമുക്ക് ഒരാളുടെ തീരുമാനം മതി. എന്നാൽ നിരപ്പാകണമെങ്കിൽ, അപ്പം നാം ക്ഷമിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഒരു വ്യക്തിയെക്കുറിച്ച് ആ ചെയ്തിരിക്കുന്ന തെറ്റായിട്ടുള്ള കാര്യത്തോടെ ക്ഷമിക്കുന്നത്. എന്നാൽ നിരപ്പാകുന്നത് ഒരു വ്യക്തിബന്ധത്തിലേക്കാണ്. ഒരു വ്യക്തിബന്ധത്തിലേക്ക് നിരപ്പാകണമെങ്കിൽ അന്യോന്യം ബഹുമാനിക്കാൻ അറിയുകയില്ലെങ്കിൽ, അന്യോന്യം സ്നേഹിക്കുവാനുള്ള ചുവടുകൾ എടുക്കാൻ അറിയുകയെങ്കിൽ ആ നിലവാരം വരെയുള്ള നിരപ്പ് മാത്രമേ നടക്കുകയുള്ളൂ. അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുകയില്ല. എന്നാൽ അതിൻ്റെ ശുശ്രൂഷകരാകുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരെയും താല്പര്യപ്പെടുത്തുക, ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റിസ്ക് ഫോർ റിക്കൺസിലിയേഷൻ. എന്നെ ഉപദ്രവിച്ച ആൾ അവരുടെ ഇപ്പോഴത്തെ നിലവാരം എന്താണെന്ന് അറിയാനായിട്ട്, ഹലോ
ധൈര്യമായിട്ടൊരു ടെക്സ്റ്റ് ഇട്ടാട്ടെ. കാരണം നമ്മൾ നിരപ്പിൻ്റെ ശുശ്രൂഷകരാണ്. മുടിയനായ പുത്രൻ അവന് മനസ്താപം ഉണ്ടാണ്. കാരണം ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് പറയുകയില്ല ഉടനെ നിരപ്പാകണമെന്ന്. കാരണം തിരിച്ചു വരുന്ന വ്യക്തിയുടെ മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ മുടിയനായ പുത്രൻ തിരിച്ചു വീട്ടിൽ കയറ്റാവുന്നവനായതുകൊണ്ട് അവനെ വീട്ടിൽ കയറ്റാൻ പറ്റി. എന്നാൽ അവനെ സംബന്ധിച്ച് അവന് ധനകാര്യങ്ങളിൽ മിടുക്കനാകുമെന്ന് അറിയാത്തതുകൊണ്ട് അത് ഏൽപ്പിച്ചതായിട്ട് ഇവിടെ പറയുന്നില്ല. സോ ഐ വുഡ് എൻകറേജ് യു, ഞാൻ നിങ്ങളെ പ്രത്യേകമായി താല്പര്യപ്പെടുത്തുകയാണ്. എന്ത് കാര്യത്തിന് ഏത് അളവ് വരെ എൻ്റെ സുഹൃത്തിനെ അല്ലെങ്കിൽ എൻ്റെ സഹോദരനെ സഹോദരിയെ നിരപ്പാക്കാൻ പറ്റുമോ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഒരിക്കൽ കൂടെ എനിക്ക് ഒരു ചെറിയ അളവിലെങ്കിലും വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ ഞാൻ അവന് വേണ്ടി ചുവടെടുത്താട്ടെ. അപ്പോൾ ഈ കേസ് വളരെ എളുപ്പമുള്ള കേസാണ്. കാരണം ആരാണ് തെറ്റുകാരെന്ന് മനസ്സിലായി. ചില കേസിൽ ചിലർ അറിയാതെ തെറ്റ് ചെയ്തു പോകുന്നത്. നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണാനായിട്ട് പോവുക, അപ്പം അറിയാതെ ചെയ്തു പോകുന്ന തെറ്റാണ്, പ്രതീക്ഷിച്ചതല്ല, പക്ഷെ ചിന്തിക്കാതെ ഒരു അബദ്ധം പറ്റിപ്പോയി. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് നോക്കാം. എന്ത് ഒരു സൗഖ്യമാകുമെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാം. Oh, look out. Oh my gosh. Oh my God. That's awesome. Wow, that is a tough kid right there. So this is really cool because as a pitcher, Bubs looks shaken up right now because of what he did. And look at Zay Jarvis. This is such great sportsmanship. He wants him to know that it's okay, that he'll be fine. Hey, bud. Look at me. Look at me. You're all right. Amazing. You're all right. Look at me. Hey, look. You can do it. What a stud right there. Zay Jarvis. I'm telling you, we've seen him make so many. As a pitcher, you understand you're not throwing at somebody, right, but something may get away from you. It is one of those things where sometimes it's hard to get over. It's an awful feeling, Keith, and I've done it accidentally. Pitch anymore. It makes you not want to be out there, and you kind of heard Bubs saying that he didn't want to play. താങ്ക് യു. ചില സാഹചര്യങ്ങൾ നാം ഈ കണ്ടതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ പറ്റിയതാണ്. അതാ വേദനിച്ച വ്യക്തി ഒന്ന് തിരുമ്മി ഒന്ന് എഴുന്നേറ്റ്, ബട്ട് ദി അതർ പേഴ്സൺ എറിഞ്ഞ വ്യക്തിക്ക് വന്ന് ക്ഷമ ചോദിക്കാനുള്ള സാഹചര്യം ഇല്ലാന്നതുപോലെ നാം മനസ്സിലാക്കുന്നു. But this person went out and hugged him. അല്ലേ? ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില ഇടർച്ചകൾ, ചില ബുദ്ധിമുട്ടുകൾ വന്നിരിക്കുന്നതെല്ലാം ചിലർ അറിയാതെ. പൊതുവെ ഇങ്ങനെ ഒരു തിയറി പറയാറുണ്ട്, ഓരോ വ്യക്തിയും തീരുമാനങ്ങൾ എടുക്കുന്നത് 5 കാര്യങ്ങളെ ആസ്പദമാക്കിയ. ബിക്കോസ് ഓഫ് ദ പ്രഷർ ഇൻ ദെയർ ലൈഫ്, അവരുടെ ജീവിതത്തിലുള്ള സമ്മർദ്ദങ്ങൾ, അവരുടെ പാസ്റ്റ്, അവരുടെ ഭൂതകാലത്തെ ആസ്പദമാക്കി, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ വ്യക്തിത്വം. ചിലർക്ക് എക്സ്ട്രോവേർട്ടഡ് വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം പറയുന്നത് ചിലപ്പോൾ ശ്രദ്ധിക്കുകയില്ലായിരിക്കാം. ചിലർ അന്തർമുഖന്മാരായതുകൊണ്ട്, ഇൻട്രോവേർട്ടിഷ് ആയതുകൊണ്ട് പറയേണ്ടത് പറയാൻ അറിയത്തില്ലായിരിക്കാം. സോ പേഴ്സണാലിറ്റി കാരണം. 4ാമത് പ്രൊവോക്കേഷൻ. അവിടെ എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? 100 ബർഗർ അവിടെ ഡെലിവർ ചെയ്യാൻ പറഞ്ഞതാണ്, പ്രൊവോക്ഡ് ആയിപ്പോയി, അല്ലെ ടെംപ്റ്റഡ് ആയിപ്പോയി, അതുകൊണ്ട് 2 എണ്ണം പോകുന്ന വഴിക്ക് എടുത്ത് കഴിച്ചു. എൻ്റെ ബ്രാൻഡിൻ്റെ ഇമേജ് തന്നെ പോയി. 5ാമതായിട്ട് പീപ്പിൾ ഹാവ് ദെയർ ഓൺ പ്ലാൻസ്. അതിനെ ബേസ് ചെയ്തിട്ട് അവർ തീരുമാനങ്ങൾ എടുക്കുന്നു. സോ പലപ്പോഴും വ്യക്തികൾ അറിയാതെ ചെയ്തിരിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേദന ഉണ്ടാക്കുന്നു. ആ വ്യക്തി വേദനിച്ചിരിക്കുന്നു എന്നറിയാമെങ്കിൽ I want to encourage you today. Can you take that first step?
വേദനിച്ചത് നമുക്കാണെങ്കിലും നമ്മൾ നിരപ്പിൻ്റെ ശുശ്രൂഷകരായതുകൊണ്ട് ക്യാൻ യു ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്? ആദ്യത്തെ ചുവട് നിങ്ങൾക്ക് എടുക്കാം. തിരുവചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന സഹോദരനോട് നിരന്നുകൊള്ളുക. അവിടെ പറയുന്നത് നിനക്കെന്തെങ്കിലും സഹോദരൻ ഉണ്ടെങ്കിലല്ല, നീ സഭയിൽ വരുമ്പോൾ, നീ ആരാധിക്കുന്ന സമയത്ത്, നീ പ്രാർത്ഥിക്കുന്ന സമയത്ത്, നീ നിൻ്റെ ദൈനംദിന ജീവിതത്തിൽ മുന്നേറുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ, യു ഹാവ് എ സ്ട്രോങ് ഫീലിംഗ്, എന്തോ ഒരു കൺസേൺ ഉണ്ട്, ആദ്യം ചെന്ന് നിരന്നുകൊള്ളുക എന്ന് പറയുന്നത് നമുക്ക് നിരപ്പ് ഉറപ്പാക്കാൻ പറ്റില്ല. ഐ തിങ്ക് വി ക്യാൻ ടേക്ക് എ സ്റ്റെപ്പ്. എനിക്കിങ്ങനൊരു തോന്നൽ, എന്തോ ഒരു അകൽച്ച നമ്മൾ തമ്മിലുണ്ടോ എന്നുള്ളത് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്തിൽ നടന്ന എല്ലാ പാപത്തിൻ്റെയും ഉത്തരവാദിത്വം എടുക്കാൻ ഞാൻ പറയുന്നില്ല, എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കൂ. എന്തുകൊണ്ടാണ്? കാരണം നാം നിരപ്പിൻ്റെ ശുശ്രൂഷകരാണ്. അതിനുശേഷം പറയുന്നത്, നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. പ്രതിയോഗി പറയുന്ന എല്ലാ കാര്യവും അനുസരിക്കാനൊന്നും അല്ല പറയുന്നത്. കാരണം ഈ ഇടർച്ച, ഒഫൻസ് എന്ന് പറയുന്നൊരു കെണിയാണ്. ഈ കെണിക്കകത്ത് കയറിക്കഴിഞ്ഞാൽ നീ ചെയ്യേണ്ട നിന്റെ ദൈവപദ്ധതി ചെയ്യാനുള്ള സമയമൊന്നും നിനക്ക് കിട്ടത്തില്ല. ഈ വാക്യം പറയുന്നത്, അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും, ഒടുവിലത്തെ കാശ് പോലും നീ കൊടുത്തു തീർന്നു. യൂസ് ദ വിസ്ഡം ഓഫ് ഗോഡ്. നിരപ്പാകുക എന്ന് പറയുന്നത്, ഒരാൾ നമ്മോട് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ഭയങ്കര മിടുക്കനായി എന്ന് നാം ചിന്തിച്ചോണമെന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെയും 15-ാമത്തെയും വാക്യത്തിൽ അവിടെ പൗലോസ് തിമോത്തിയോസിനോട് എഴുതുക, ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, അവൻ്റെ പ്രവൃത്തികൾക്കൊത്തവണ്ണം കർത്താവ് അവന് പകരം കൊടുക്കും. അതായത് ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഇതിൻ്റെ പുറകെ അല്ല നടക്കേണ്ടത്. ന്യായാധിപൻ ദൈവമാണ്, ദൈവത്തിന് എല്ലാവരെയും ശരിയായിട്ട് ന്യായം വിധിക്കാൻ അറിയാം. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക. അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ, മോനെ തിമോത്തി, അവൻ എനിക്കിഷ്ടം പോലെ പണി തന്നു, ഞാൻ അവനോട് ക്ഷമിച്ച് ഞാൻ അവന് ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി ഈ സഹോദരൻ നിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്, സൂക്ഷിച്ചോ. അതുകൊണ്ട് നിരപ്പാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണ്ടനായി ഞാൻ കൊടുത്ത 10 ലക്ഷം രൂപ നശിപ്പിച്ചു, വീണ്ടും വിശ്വാസത്താൽ 20 ലക്ഷം രൂപ കൊടുക്കാനാണെങ്കിൽ ദൈവം പറഞ്ഞ വാക്ക് തന്നെയാണോ എന്ന് നോക്കിക്കോണം. റിക്കൺസിലിയേഷൻ ഡസൻറ്റ് മീൻസ് ബീങ് ഫൂളിഷ്. എന്നാൽ നിരപ്പിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ, ആ വ്യക്തി എന്നോട് തെറ്റ് ചെയ്തു, ഞാൻ ആ വ്യക്തിയോട് ക്ഷമിച്ചിരിക്കുന്നു. എന്നാൽ അപ്പൻ ആ മുടിയനായ പുത്രനെ സ്വീകരിച്ചതുപോലെ ഞാൻ എന്തിനു വേണ്ടി ഇവിടെ ആയിരിക്കുന്നത്? ഞാൻ ഇവിടെ ആയിരിക്കുന്നത് ചില വ്യക്തികളെ യേശുവിൻ്റെ വരവിങ്കിൽ നിരപ്പാക്കി ക്രിസ്തുവിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ്. അത് മറന്നിട്ടുള്ള എൻ്റെ സ്പേസും എൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതിനെ മാറ്റിവെച്ച് ഏതെല്ലാം നിലവാരത്തിൽ എനിക്ക് വ്യക്തികളോട് ചേർന്നു പോകാമോ, നിരപ്പാക്കി നിൽക്കാമോ. ചില വ്യക്തികളെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ അത് പറഞ്ഞപ്പോഴത്തേക്കും 100 ബർഗർ കൊടുത്തു വിട്ടതാണ്. അപ്പം ഞാൻ പഠിച്ചു, ഇനി അവൻ്റെ ബർഗർ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഡു നോട്ട് കട്ട് പീപ്പിൾ ഔട്ട്. അവരൊരു ചെറിയ ഇടർച്ച ചെയ്തെന്ന് വിചാരിച്ചാൽ ആ ഇടർച്ച നമ്മളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാം, ആർക്ക് വേണമെങ്കിലും തെറ്റുപറ്റാം. എന്നാൽ ഏത് കാര്യത്തിൽ അവർ ഇടറിപ്പോയത്, ആ കാര്യത്തിൽ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസം. So I want to say that reconciliation is not necessarily a reinstatement of trust. ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ നിരപ്പായി എന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ മുഴുവനായിട്ട് ബ്രദർ ഇന്നലെ വരെ പാപിയായിരുന്നു, ഇന്ന് മുതൽ ചക്കരയാണെന്ന് പറയാൻ ബൈബിള് പറഞ്ഞിട്ടില്ല.
കാരണം പൗലോസ് അങ്ങനെ പറയുന്നു, അവൻ എനിക്ക് ഉപദ്രവം ചെയ്തു, തിമോത്തിയോസേ ഞാൻ അവനോട് ക്ഷമിച്ചു. ബേസിക്കലി മകനെ നീ ക്ഷമിക്കാൻ റെഡി ആയിക്കോ എന്നാണ് പൗലോസ് പറയുന്നത്. So I want to encourage you. ക്ഷമിക്കുവാനായിട്ട് ചുവടെടുത്തു നിങ്ങൾ. നമുക്ക് അല്പസമയം കർത്താവ് ഈ ഭൂമിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ഈ ക്യാമറയോ അല്ലെങ്കിൽ ഈ പോഡിയത്തെ ഒന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് രക്ഷിക്കുവാൻ കഴിയുന്ന ഏക കാര്യം നമ്മുടെ വ്യക്തിബന്ധങ്ങൾ മാത്രമാണ്. ആ കാര്യത്തിൽ പുറകോട്ട് പോകരുതേ എന്നുള്ള ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ഈ കാര്യത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നത്. നാം ഒരിക്കലും കെണിയിൽ അകപ്പെട്ട് കിടക്കല്ലേ. ഏതെല്ലാം വ്യക്തികളോട് നിരപ്പിലാകാൻ കഴിയുമോ ആ നിരപ്പിൻ്റെ ആ ആ ആ പരിധി എന്തെന്നുള്ളത് നാം വേണം തീരുമാനിക്കാൻ. ചിലർ ചിന്തിക്കുന്നു, അയ്യോ ഞാൻ ക്ഷമിച്ചിട്ടില്ല, കാരണം ഈ വ്യക്തിയെ കാണുമ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് കൂടുന്നു, എനിക്ക് ദേഷ്യം വരുന്നു. അത് സ്വാഭാവികമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ പ്രാർത്ഥിച്ച് നിർത്തുകയാണ്, സമയം കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് വണ്ടി ഓടിച്ച് ഒരു ആക്സിഡൻറ്റ് പറ്റി, തൻ്റെ ഭർത്താവ് ആ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ആ സുഹൃത്തിനോട് പറയുകയാണ്, പാസ്റ്ററേ ഓരോ തവണയും ഞാൻ ആ ജംഗ്ഷനിൽ കൂടെ പോകുമ്പോൾ എൻ്റെ ഉള്ളൊന്ന് കാളും. ഞാൻ ചിന്തിക്കും ഞാൻ കാരണമാണോ? പക്ഷെ അല്ല പാസ്റ്റർ, ആ വ്യക്തി മദ്യപിച്ചിട്ടാണ് വന്നത്. അതിങ്ങോട്ട് വന്ന് ഞാൻ കറക്റ്റ് ലൈനിലായിരുന്നു, സാരമില്ല. അത് പെയിൻഫുൾ മെമ്മറിയാണ്. വേറൊരു വ്യക്തിയോട് ഞാൻ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചപ്പോൾ പറഞ്ഞു, പാസ്റ്റർ ഞാൻ പ്ലഗിൽ കുത്തിയപ്പോഴത്തേക്കും ഷോക്ക് അടിച്ചു, അരമണിക്കൂറോളം ഷോക്ക് അടിച്ചുകൊണ്ടിരുന്നു. എനിക്കിപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യാൻ പോലും പേടിയാണ്. ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ വേദന ഉണ്ടാക്കിയത് കൊണ്ട് അവരെ വീണ്ടും കാണുമ്പോൾ നമുക്കൊരു പ്രയാസം വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ അവസരങ്ങളെ എടുത്തുപയോഗിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. കർത്താവേ, ഈ വേദന ഇങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഞാൻ ക്ഷമിച്ചു. അതുകൊണ്ട് നിങ്ങളെ വേദനിച്ച ആ സാഹചര്യം എന്താണോ അത് ഓർക്കുക തന്നെ വേണം ധൈര്യത്തോടെ. രണ്ടാമതായിട്ട് മനസ്സിലാക്കണം, ആ വ്യക്തി ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലായിരിക്കാം എന്നൊരു തീരുമാനമെടുത്ത്. അറിവില്ലായ്മയായിരിക്കാം, സമ്മർദ്ദമായിരിക്കാം, പ്രൊവോക്കേഷൻ ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിരിക്കാം. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ട്, ഞാൻ ആ വ്യക്തിയോട് ക്ഷമിച്ചു എന്നുണ്ടെങ്കിൽ, ഗിവ് ആൻ ഓൾട്രുയിസ്റ്റിക് ഗിഫ്റ്റ്. ഒരിക്കലും മറന്നു പോകാത്തതുപോലെ ഒരു ഗിഫ്റ്റ് അങ്ങ് കൊടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ആരെങ്കിലും ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ അയ്യോ ഞാൻ എന്ത് പാപമാ ചെയ്തെന്ന് പറഞ്ഞ് ചോദിക്കരുത്. അല്ലെങ്കിൽ ഹലോ ഹൗ ആർ യു എന്ന് ആരെങ്കിലും ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ ഞാൻ എന്ത് പാപമാ ചെയ്തെന്ന് പറയരുത്. ഗിവ് എ ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് എന്തിനാണെന്നറിയോ? അല്ലെങ്കിൽ സഹോദരൻ എന്നോട് ചെയ്തിരിക്കുന്ന ആ കൊടിയ പാപത്തിന് പകരമായിട്ട് ഞാൻ അങ്ങനെ ഒന്നും പറയണ്ട. ആ ഗിഫ്റ്റ് നിങ്ങൾക്കറിയാനും ഒരുപക്ഷെ ആവശ്യമെങ്കിൽ മറ്റേ വ്യക്തിക്ക് അറിയാനായിട്ട് ദാറ്റ് ഓൾ ഈസ് വെൽ, എല്ലാം ഓക്കെയാണ്. ഞാനിപ്പോഴും താങ്കളുമായിട്ടുള്ള ബന്ധത്തിൽ താല്പര്യത്തോടെ ആയിരിക്കും. ഏത് നിലവാരം വരെ നമുക്ക് ദൈവം ബലപ്പെടുത്തി ഒന്നിച്ചു പോകുവാൻ പറ്റുമോ, ലെറ്റ്സ് ഡു ദാറ്റ്. അതായി ഗിഫ്റ്റിൻ്റെ അർത്ഥം. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ സമയം ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം ഞങ്ങളിലൂടെ, ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലൂടെ എല്ലാം മഹത്വപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് നന്ദി. കർത്താവെ, ഇന്നു മുതൽ ഞങ്ങൾ നിരപ്പിൻ്റെ ശുശ്രൂഷകരായി കർത്താവെ അനേകരെ ദൈവസ്നേഹത്തിലും ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ ദൈവികമായി കൈകാര്യം ചെയ്യാനുള്ള ജ്ഞാനം ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവ് ഇത് ചെയ്യുന്നതിനായിട്ട് നന്ദി. വിവാഹ ബന്ധങ്ങൾ കർത്താവെ പുഷ്ടിപ്പെടട്ടെ. മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ പുഷ്ടിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മഹത്വപ്പെടുമാറാകണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.